Good morning, dear students. Oscillations and waves. BSc Physics നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഓസിലേഷൻസ് എന്നൊരു യൂണിറ്റ് ഉണ്ടാവും. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ലാസ്റ്റ് 2 ലൈൻസ് വേവ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് മെക്കാനിക്സ് ഉണ്ട്, അതായത് ഇലാസ്റ്റിസിറ്റി. അത് നിങ്ങൾക്ക് പുതിയൊരു ടീച്ചറും കൂടെ വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ, സഫ്ന ടീച്ചർ നിങ്ങൾക്കത് എടുത്തു തരും. കിരൺ സാർ ആൾറെഡി പഠിപ്പിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഓസിലേഷൻസ് എന്ന ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓസിലേഷൻസ് നിങ്ങൾ ആൾറെഡി കുറച്ച് കാര്യങ്ങൾ +1 തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്. ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഓസിലേഷൻ, അഥവാ വൈബ്രേഷൻസ് നമുക്ക് പറയാം അല്ലേ. മുകളിലോട്ടും താഴോട്ടുള്ള ഓസിലേഷൻസ്, അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടുള്ള ഓസിലേഷൻസ്. ഉദാഹരണം സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് മാസ് കണക്ഷൻ സിസ്റ്റം, ഇതൊക്കെ ഓസിലേഷൻസ് ഉദാഹരണമാണ്. സർക്കുലർ മോഷൻസ് ഓസിലേഷൻസിന് ഉദാഹരണമാണോ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിസിക്സ് മെയിൻകാരുടെ സിലബസിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓസിലേഷൻ എന്ന യൂണിറ്റിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ, ആൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM എന്ന് നമ്മൾ പറയും, SHM. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എനർജിയുടെ എക്സ്പ്രഷൻ, സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ച് അതിൻ്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻസ് പഠിക്കണം. അത് കഴിഞ്ഞാൽ സ്പ്രിംഗ് മാസ് സിസ്റ്റം, സ്പ്രിംഗ് മാസ് സിസ്റ്റം. അപ്പോൾ സിമ്പിൾ പെൻഡുലവും സ്പ്രിംഗ് മാസ് സിസ്റ്റവും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കുക, അതിൻ്റെ ഇക്വേഷൻസ് എന്ത് വരും. അതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിന്റെ 2 എൻഡിലും മാസ് കണക്ട് ചെയ്താൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓസിലേഷൻ ഓഫ് 2 പാർട്ടിക്കിൾസ് കണക്റ്റഡ് ബൈ എ സ്പ്രിങ്. അതെനിക്ക് തോന്നുന്നു ഒരു ന്യൂ ടോപ്പിക് ആയിരിക്കാം, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവില്ല. അത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കോമ്പൗണ്ട് ബാർ പെൻഡുലം. അത് പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലം പഠിച്ചു കഴിഞ്ഞ ശേഷം കോമ്പൗണ്ട് ബാർ പെൻഡുലത്തിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നിങ്ങൾ കിരൺ സാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടോപ്പിക്സ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നും, എന്താണ് റിജിഡ് ബോഡി എന്താണെന്നും, സെന്റർ ഓഫ് മാസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് പണ്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഒന്നും കൂടെ നമ്മൾ റീകോൾ ചെയ്തിട്ടുണ്ടല്ലേ, ഏതുവരെ പഠിപ്പിച്ചെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു റിജിഡ് ബോഡിയെ നമ്മൾ ഏതെങ്കിലും ഒരു നൂല് വെച്ച് കെട്ടി ഓസിലേറ്റ് ചെയ്താൽ അതിനെ നമുക്ക് കോമ്പൗണ്ട് ബാർ പെൻഡുലം എന്ന് പറയാം, കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയാം. അപ്പോൾ ആ റിജിഡ് ബോഡിയുടെ ഷേപ്പ് ബാറിന്റെ ഷേപ്പ്, ഒരു സ്കെയിലിന്റെ ഷേപ്പ് ആണെങ്കിൽ അതിനെ നമുക്ക് ബാർ പെൻഡുലം എന്ന് പറയാം, കോമ്പൗണ്ട് ബാർ പെൻഡുലം. ആ കോമ്പൗണ്ട് ബാർ പെൻഡുലത്തിന്റെ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ സസ്പെൻഷൻ, പോയിന്റ് ഓഫ് ഓസിലേഷൻ, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അതെങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, അതിന്റെ പീരീഡിന്റെ ഇക്വേഷൻസ് എങ്ങനെ വരും, അതിനെക്കുറിച്ചാണ് നമ്മൾ ആ ഒരു ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫിസിക്സ് കോറുകാർക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്. ഡിറ്റർമിനേഷൻ ഓഫ് G യൂസിങ് സിമെട്രിക് ബാർ പെൻഡുലം, അതൊരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നുള്ളത് നമ്മൾ തിയറിയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് essay ആയിട്ട് ചോദിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് തീർച്ചയായും ചോദിക്കുന്ന ഒരു പോർഷനാണ്, ഒരു എക്സ്പെരിമെന്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് G യൂസിങ് സിമെട്രിക് ബാർ പെൻഡുലം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിസിക്സ് മെയിൻകാർക്ക് ഓസിലേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ. മാത്തമാറ്റിക്സ് മെയിൻകാരാണെങ്കിൽ മാത്തമാറ്റിക്സുകാർക്കും ഫിസിക്സുകാർക്കും ആൾമോസ്റ്റ് ഒരു 60% ഈക്വൽ സിലബസ് ആണ്, ആൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. ഒരു 60% വരെ, 40% മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓസിലേഷൻസിൽ നിങ്ങളുടെ സിമിലാരിറ്റീസ് നോക്കുക. മാത്സുകാർക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് ആദ്യമേ പറയാനുള്ളത്. സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് മാസ് സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നേരിട്ട് കോമ്പൗണ്ട് പെൻഡുലം രണ്ടുപേർക്കും പഠിക്കാനുണ്ട്. കോമ്പൗണ്ട് പെൻഡുലം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ വേറൊരു പെൻഡുലമാണ് ടോർഷൻ പെൻഡുലം. ആക്ച്വലി ടോർഷൻ പെൻഡുലം ഫിസിക്സ് മെയിൻകാർക്ക് പഠിക്കാനുണ്ട്, അത് വേറെ യൂണിറ്റിലാണെന്നേ ഉള്ളൂ.
ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന യൂണിറ്റിൽ ടോർഷൻ ബെൻഡിനെ പഠിക്കാനുണ്ട്. മാത്സുകാർക്കും ടോർഷൻ ബെൻഡിൽ ഈ യൂണിറ്റ് തന്നെ ഉണ്ട്. ഓസിലേഷൻസ് ഓഫ് ടു പാർട്ടിക്കിൾസ് കണക്റ്റഡ് ബൈ എ സ്പ്രിങ്, ഇത് 2 പേർക്കും പഠിക്കാനുള്ളതാണ്. സ്പ്രിങ്ങിന്റെ 2 എൻഡിൽ മാസ് കണക്ട് ചെയ്താൽ അവയുടെ ഓസിലേഷൻസ് വെച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വൈബ്രേഷൻ സ്റ്റേറ്റ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ, ഇതൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ്. ഫിസിക്സ് മെയിൻകാരും ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സിലബസ് നമ്മൾ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഇതിപ്പോൾ ഒരു 90% ഈക്വൽ സിലബസ് ആണ് ഫിസിക്സിന് മാത്സുകാർക്ക്. ഓക്കെ, then നമുക്ക് ടോപ്പിക്സിലോട്ട് പോവാം. പീരിയോഡിക് മോഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസുകളെയാണ്, ചലനങ്ങളെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. പീരീഡ് എക്സാമ്പിൾസ്, നമ്മൾ ഒരു ദിവസം 5 പീരീഡ് ഉണ്ട്. ഒരു പീരീഡ് എന്ന ഈക്വൽ ഇന്റർവെല്ലാണ്, 1 മണിക്കൂറാണ്. മൺഡേ ടു തേഴ്സ്ഡേ 1 hour ആണ് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ ഡ്യൂറേഷൻ അതിനെ നമ്മൾ പീരീഡ് എന്ന് പറയും. ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയും. വൈബ്രേഷൻ മോഷൻ, പീരിയോഡിക് മോഷൻ, വൈബ്രേഷൻ മോഷൻ. വൈബ്രേഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന, അതായത് അതിന്റെ പീരീഡ് വളരെ കുറവായിരിക്കും. വളരെ പെട്ടെന്ന് നടക്കുന്ന റിപ്പീറ്റ് ചെയ്ത് പോകുന്ന മോഷൻസ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതും പീരിയോഡിക് തന്നെയാണ്. എ മോഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഓർ ഫിനോമിനൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ആ ഇന്റർവെൽ ഞാൻ ഒരു ബോൾഡ് ചെയ്ത് സ്ലാഷ് ആക്കി വെച്ചിരിക്കുന്നത്. ആ ഇന്റർവെൽ നമ്മൾ പറയും, അതെന്തെന്ന് പറയാം, അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെ? ഇന്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ ഓർ പീരിയോഡിക് പ്രോസസ് ഓർ പീരിയോഡിക് ഫിനോമിനൻ, അല്ലെ? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ in nature seasons occur periodically after every 1 year, അല്ലേ? ഒരു വർഷം സീസൺസ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോ മഴക്കാലെന്നോ വേനൽക്കാലം എന്നൊക്കെ ഇപ്പം സീസൺസ് ഇപ്പം പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്നാലും നമ്മൾ പറയുന്ന ഇപ്പം മഞ്ഞുകാലം അല്ലെങ്കിൽ ശരത്കാലം, വേനൽക്കാലം, വർഷകാലം, അങ്ങനെ പറയുന്ന സീസൺസ്. വിന്റർ, അല്ലേ? സമ്മർ, സീസൺസ്. ദീസ് ആർ സീസൺസ് ഒക്കേഴ്സ് ഇൻ പീരിയോഡിക്കലി ആണ് ഒക്കർ ചെയ്യുന്ന നമ്മൾ ഒബ്സർവേഷനിൽ നമ്മൾ തോന്നുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എനിവേ അത് നമുക്കൊരു പ്രോസസ്സാണ്, അതൊരു പീരിയോഡിക് പ്രോസസ്സ് നമുക്ക് പറയാം, അല്ലേ? ഓരോ വർഷം കഴിയുന്നവർ അതനുസരിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 1 year ആണ് അതിന്റെ ഒരു പീരീഡ് നമുക്ക് എടുക്കാം. ഒരു സീസന്റെ പീരീഡ് 1 year ആയിരിക്കത്തില്ല, അല്ലേ? ഒരു ഇയറിനുള്ളിൽ ഈ സീസൺസ് എല്ലാം വന്നു പോകും. പിന്നെ അടുത്ത ഇയറിൽ സീസൺസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അടുത്തത് നമുക്ക് ഹാലീസ് കോമറ്റ്, ഹാലിയുടെ വാൽ നക്ഷത്രം, അല്ലെ? 76 വർഷം കഴിയുമ്പോഴാണ് നമ്മളത് കാണുന്നത്. ഇത് എന്താണ്, കോമറ്റ് ആണ്. അത് നക്ഷത്രമല്ല, കോമറ്റ് ആണത്. അത് നമ്മുടെ എർത്തിന്റെ അടുത്തിലൂടെ പോകുമ്പോഴത്തേക്ക് എർത്തിന്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം അതിന്റെ വാല് വയ്ക്കുന്നതിൽ ശ്രദ്ധിക്കും, അല്ലേ? ഒരു ഗ്യാസ് ആണത്. അത് ഫോട്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹാലിയുടെ വാൽ നക്ഷത്രം. ഇതാണ് ഈ ഫോട്ടോ. ഇത് ഭൂമിയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇത് സാറ്റലൈറ്റ് എടുക്കുന്ന ഫോട്ടോ ആണ്. അതായത് കോമറ്റിന്റെ, ഹാലീസ് കോമറ്റിന്റെ ഒരു പിക്ചർ. ഓക്കെ, ഇതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 76 വർഷമാണ്. 76 വർഷം കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യും, അല്ലേ? അതുപോലെ ഹാർട്ട് ബീറ്റ്, അതൊരു പീരിയോഡിക് പ്രോസസ്സാണ്. ഹാർട്ട് ബീറ്റ്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആണ്. ഇതിനെ നമ്മൾ ECG എന്ന് പറയും, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇതില് Y ആക്സിസിൽ എന്താ റെപ്രസെന്റ്? ഈ Y ആക്സിസിൽ എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ നമ്മൾ ഈ ECG ഒക്കെ എടുത്തിട്ടുണ്ടോ നമുക്ക് അറിയാം. നമ്മൾ ഈ നെഞ്ചിലൊക്കെ ഓരോ പ്രോബ് ഒട്ടിച്ചു വെക്കും. അപ്പൊ ഈ ഹാർട്ട് ബീറ്റിനെ അത് അബ്സോർബ് ചെയ്ത്, ആ വൈബ്രേഷൻസിനെ അബ്സോർബ് ചെയ്ത് കറണ്ട് പൾസാക്കി മാറ്റും, കറണ്ട് വോൾട്ടേജ് ആക്കും. അപ്പൊ ഇത് Y ആക്സിസിലെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വോൾട്ടേജ് വേഴ്സസ് X ആക്സിസിലെ ടൈമാണ്, സമയം. ഓരോ സമയം കൗണ്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് വേരിയേഷൻസ്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ ഹൈപ്പ് ഉണ്ട്, പിന്നെ അതിന് ഫ്ലാറ്റ് ആയി താഴോട്ട് വന്നു, ജസ്റ്റ് വലിയൊരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു പൾസ് വന്നു, തിരിച്ചു പോയി, അത് ഇങ്ങനെ വന്നു ഇവിടെ എത്തി, പിന്നെ ഒരു ചെറിയൊരു പൾസ് വന്ന് ഇവിടെ എത്തി, പിന്നെ ഒരു ചെറുത്, അല്ലേ?
ഇത്രയും കഴിഞ്ഞ് പിന്നെ ഫ്ലാറ്റ് ആയി. ദെൻ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു നമ്മൾ പീരിയോഡിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ എക്സാക്ട് റെപ്ലിക്ക പോലെ, എക്സാക്ട് നമ്മൾ ട്വിൻസ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോകും. പിന്നെ ഇതെല്ലാം നമ്മുടെ പീരിയോഡിക് മോഷൻസ് ആണ് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇന്റർവെല് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെ അല്ലെങ്കിൽ പ്രോസസ്സുകളെയാണ് നമ്മൾ പീരിയോഡിക് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ സീസൺസ്, ഹാലിസ് കോമറ്റ്, ഹാർട്ട് ബീറ്റ് അതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ആൾറെഡി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അതിന് എക്സാമ്പിൾ പീരിയോഡിക് മോഷൻ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിമ്പിൾ പെൻഡുലം, ഓസിലേഷൻസ് ഓഫ് സിമ്പിൾ പെൻഡുലം ഇസ് പീരിയോഡിക് ആണ്. ആൻഡ് വൈബ്രേഷൻസ് ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇസ് ആൾസോ പീരിയോഡിക് മോഷൻ അല്ലേ. ദെൻ ഇതിനെക്കുറിച്ച് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ചും സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വൈബ്രേഷൻസ് ഓഫ് ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ഇസ് ആ പീരിയോഡിക്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഞാൻ പറഞ്ഞു സ്പ്രിംഗ് മാസ് സിസ്റ്റം പറഞ്ഞു. ഒരു സ്പ്രിങ്ങിന്റെ രണ്ട് എൻഡിൽ മാസ് കണക്ട് ചെയ്ത് അത് ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. നമ്മൾ അത് എന്തിനാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പഠിക്കുന്നത് ചോദിച്ചാൽ, അതായത് മോളിക്യൂൾസ് ഇതുപോലെയാണ്. ഇപ്പൊ ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളാണ്, 2 ആറ്റങ്ങളാണ്. ഇത് 3, 1, 4 4 ആറ്റങ്ങൾ, 3 സിമിലറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള 3, പിന്നെ ഒരു എക്സ്ട്രാ 5 ഉണ്ട് അല്ലേ. അവ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു ബോണ്ടിങ് ആണ്. കോവലന്റ് ബോണ്ടിങ് ആവാം, അയോണിക് ബോണ്ടിങ് ആവാം. അവ വെറുതെ ബോണ്ടഡ് ആയിട്ട് നിൽക്കുകയല്ല, അവ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വൈബ്രേറ്റ്. ദീസ് വൈബ്രേഷൻസ് ആർ പീരിയോഡിക്. അപ്പൊ ഈ വൈബ്രേഷൻസിന്റെ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെച്ച് നമുക്ക് അവയുടെ എനർജി, അവയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഫിസിക്സിൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്, സ്പെക്ട്രോസ്കോപ്പി. Spectroscopy dealing with such vibrations, energies or rotation energies, Raman spectrum, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫിസിക്സ് മെയിൻകാര് ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് S5 ഫിഫ്ത്ത് സെമസ്റ്ററിൽ സ്പെക്ട്രോസ്കോപ്പി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിംഗ് മാസ് കണക്റ്റഡ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഫണ്ടമെന്റൽ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഓരോ സെമസ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ ആ സെമസ്റ്റർ കഴിയുമ്പോൾ അവിടെ മറന്നു വെച്ചിട്ട് പോവല്ലേ, അതും കൂടെ കൊണ്ടുവേണം നമ്മൾ അടുത്ത സെമസ്റ്ററിലോട്ട് പോകാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? സൂര്യപ്രകാശം അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം, ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചൂട് കിട്ടുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ സൂര്യപ്രകാശത്തിൽ എന്തൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം അല്ലേ, അങ്ങനെ പറയാറില്ലേ. അപ്പൊ അതില് എക്സ്റേ ഉണ്ട്, ഓക്കെ, എക്സ്റേസ് ഉണ്ട്. ഏറ്റവും ഫ്രീക്വൻസി കൂടി നമുക്ക് ഇവിടെ എടുക്കുകയാണ്. ഫ്രീക്വൻസി ഓർഡറിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഗാമ റൈസിനാണ്. അതായത് ഗാമ റൈസ്, എക്സ്റേസ് കുറച്ചുകൂടെ ഫ്രീക്വൻസി കുറവ്, അൾട്രാ വയലറ്റ് കഴിഞ്ഞാൽ വിസിബിൾ ആണ് നമുക്ക് ആകെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന റേഡിയേഷൻ. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കളർ കാണുന്നതാണ്. ഈ വൈറ്റ് കളർ കണ്ടല്ലോ, വളരെ ചെറിയ ഒരു റീജിയൻ മാത്രമേ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നമ്മളിങ്ങനെ ഒരു സ്പെക്ട്രം പോലെ ആക്കുകയാണെങ്കിൽ അതിൽ വളരെ കുഞ്ഞു പാർട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും നമുക്ക് എന്ത് ചെയ്യാം, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം UVയും IRും ആണ് ഹീറ്റ് റേഡിയേഷൻസിന് കാരണം. അതായത് ഹീറ്റ്, ചൂട് കൂടുതലിന് കാരണം UVയും IRും ആണ്. അപ്പോൾ വിസിബിളിനെയാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. വിസിബിൾ എന്ന് പറഞ്ഞാൽ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള കളേഴ്സ് ഉണ്ടാവും അല്ലേ. അത് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്, ദെൻ ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ വേവ്സ്, റഡാർ ആൻഡ് റേഡിയോ വേവ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ കളക്റ്റീവ്ലി റേഡിയോ വേവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫ്രാറെഡ് വേവ്സ് ആൻഡ് റേഡിയോ വേവ്സ്. അപ്പൊ ഈ വേവ്സ് എല്ലാം പീരിയോഡിക് ആണ്. എന്താ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഡ്യൂ ടു ദി വൈബ്രേഷൻസ് ഓർ പീരിയോഡിക് മോഷൻസ് ഓഫ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ വൈബ്രേഷൻസ് കൊണ്ടാണ് എന്താണ് വൈദ്യുത കാന്തിക തരംഗമായ പ്രകാശം, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അവർക്ക് വേറൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതാണ് ഈ ഫിഗർ കാണിച്ച് നോക്കുക. ഈ
റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ബി ഫോർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അത് നോക്കുക, വൈബ്രേറ്റ് ഓസിലേറ്റ് ചെയ്യാണ്. ടു ആൻഡ് ഫ്രോ ഓസിലേഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക, ഇത് ഇസഡ് ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പൊ ഇസഡ് ആക്സിസിന് പാരലായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു, വൈ ആക്സിസിന് പാരലായിട്ട് ആരോ ഓസിലേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻസ് ആണ്. ഈ ഓസിലേഷൻസ് രണ്ടും കൂടെ ടുഗദർ കമ്പൈൻ ചെയ്യുമ്പോൾ ദേ പ്രൊഡ്യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിനും വൈ ആക്സിസിനും, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വൈബ്രേഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ വൈബ്രേഷനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആണ് ലൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നും, ആ ഒരു കൺസെപ്റ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്തത് ലൈറ്റിന്റെ പോളറൈസേഷൻ എന്നൊരു ഫിനോമിനാണ്. പോളറൈസേഷൻ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവില്ലേ, പോളറൈസേഷൻ ആണ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത്. അതുവരെ ലൈറ്റ് ലോഞ്ചിറ്റ്യൂഡിനാണെന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിനെ കുറിച്ചും ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ പീരിയോഡിക് മോഷൻസ് എന്തിനാണ് നമ്മൾ ഈ ഓസിലേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും. പീരിയോഡിക് മോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു പീരിയോഡിക് മോഷൻ ആണ്. അപ്പോൾ പീരിയോഡിക് മോഷനെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ നമുക്ക് ലൈറ്റിന്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാൻ പറ്റും. ആറ്റങ്ങൾ, മോളിക്യൂൾസിന്റെ എനർജി ലെവൽസ് നമുക്ക് അറിയണമെങ്കിൽ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പെനിലോ സ്പ്രിംഗ് മാസ് സിസ്റ്റവും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. കാരണം അതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ കുറച്ച് പാരാമീറ്റേഴ്സ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്താണ് പീരിയോഡിക് മോഷനിൽ ആദ്യം പറഞ്ഞു പീരീഡ്. ഫസ്റ്റ് ഫണ്ടമെന്റൽ പീരീഡ്, ടൈം. നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. പീരീഡ് മെഷർ ചെയ്യുന്ന സമയത്തിലാണ്, അപ്പൊ അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ കൊടുത്താൽ സ്മാളസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് പ്രോസസ് ഓർ ഫിനോമിനൻ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്ന് പറയും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾ ടു എക്സിക്യൂട്ട് ഓൺ കംപ്ലീറ്റ് വൈബ്രേഷൻ. വൈബ്രേഷൻ ആണെങ്കിൽ ഒരു ഫുൾ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ പീരീഡ് എന്ന് പറയാം. ടൈം ടേക്കൺ ബൈ ദി വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾ ടു എക്സിക്യൂട്ട് ഓൺ കംപ്ലീറ്റ് വൈബ്രേഷൻ, അല്ലെ, പീരീഡ്. അതുപോലെ നമുക്ക് ഫ്രീക്വൻസി പറയാം. ഫ്രീക്വൻസി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ന്യൂ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂ ആണ്. ഇത് വി അല്ല, ന്യൂ, ഗ്രീക്ക് ലെറ്റർ ന്യൂ. അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ എഫ് ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ എൻ ഉപയോഗിക്കാറുണ്ട്. ഈ 3 ലെറ്റേഴ്സ് നമ്മൾ പല സാഹചര്യങ്ങളിൽ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ന്യൂ ആണ്. നോർമൽ നമ്മൾ സാധാരണ മെക്കാനിക്സിൽ ഉപയോഗിക്കുമ്പോൾ ഫ്രീക്വൻസി എഫ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ എൻ എന്ന ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. യൂണിറ്റ് എന്താണ്? ഹെഡ്സ് അല്ലെങ്കിൽ സെക്കൻഡ് റൈസ് ടു -1. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ പീരിയോഡിക് മോഷൻസ് റിപ്പീറ്റ് ചെയ്തു അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ്, ടേം ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്, അല്ലെ, പീരിയോഡിക് മോഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി 1 ആണ്. ഒരു സെക്കൻഡിൽ 2 വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ, ടു ആൻഡ് ഫ്രം മോഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഫ്രീക്വൻസി 2 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് പീരീഡ്. ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് പീരീഡ്. ഇതെല്ലാം നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ നമുക്കൊന്ന് അറിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഇറ്റ് ഇസ് ന്യൂ ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് പീരീഡ്, ദാറ്റ് ഇസ് 1/t. Okay, frequency of a periodic motion is defined as the number of periodic motions that occur in 1 second. It is the reciprocal of period. That is 1/t. അപ്പോൾ യൂണിറ്റ് പെർ 1/second ആകും. സെക്കൻഡ് റൈസ് ടു -1 അല്ലെങ്കിൽ ഹെഡ്സ് എന്ന് പറയാം. സോ നെക്സ്റ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സിമ്പിൾ പെനിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിമ്പിൾ പെനിൽ എന്താണ്? ഒരു മാസ് കണക്ട് സിസ്റ്റം ആണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമ്മളിപ്പം ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ പെനിൽ, അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ
സ്പ്രിങ് നോർമൽ കേസിൽ ഒരു നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ഇക്വിലിബ്രിയം പൊസിഷൻ ഇത് ഈ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അത് താഴോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു, അതുപോലെ മുകളിലോട്ട് കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും എന്തുണ്ട്, ഇലോങ്ങേഷൻസ് നടക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു. അതുപോലെ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് ആണെങ്കിൽ നോർമൽ കേസിൽ എൻ്റെ മീൻ പൊസിഷൻ അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ പൊസിഷൻ ആയിരിക്കും, ഇവിടെ ആയിരിക്കും, ഇതായിരിക്കാം. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലോട്ട് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ടൈം ഇൻക്രീസസ്, സമയം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സമയം മാറുന്നതനുസരിച്ച് മാറുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, during every periodic motion a certain measurable quantity changes with the time. Okay, ആ ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. The physical quantity which undergoes a change with the time in a periodic motion is called displacement. Okay, a displacement is always measured as a function of time. സമയം മാറുന്നതനുസരിച്ച് മാറുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, അപ്പൊ അതെല്ലായ്പ്പോഴും ടൈമിന് ഡിപ്പെൻഡബിൾ ആണ്. Displacement can be a change in physical quantities such as position. ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലും സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലും ആ ബോബിന്റെ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ ആ മാസിന്റെ പൊസിഷൻ ആണ് സമയം മാറുന്നതനുസരിച്ച് മാറുന്നത്. അപ്പൊ അവിടെ ആ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന. നമുക്ക് എക്സ് എന്ന് എടുക്കാം, പൊസിഷൻ. നമ്മൾ ECG നമ്മൾ വരച്ചപ്പോൾ അവിടെ നമ്മൾ സമയം മാറുന്നതനുസരിച്ച് മാറുന്ന വോൾട്ടേജ് ആണ്, ഹാർട്ട് ബീറ്റിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കണം. അപ്പോൾ വോൾട്ടേജ് ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യും. നമ്മളൊരു സൗണ്ട് വേവ് കൺസിഡർ ചെയ്യുമെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രഷർ കുറഞ്ഞ് കൂടി, പ്രഷർ കൂടി കുറഞ്ഞ്, അങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം കംപ്രഷൻ, റെയർഫാക്ഷൻ. ഇപ്പം ഹൈ പ്രഷർ റീജിയൻ, ലോ പ്രഷർ റീജിയൻ, ഇതിന്റെ ഒരു മീഡിയം പൊസിഷൻ. മീഡിയം പൊസിഷനിൽ നിന്ന് ഹൈ പ്രഷറിലോട്ട് പോകുന്നു, ലോ പ്രഷറിലോട്ട് വരുന്നു. ഓക്കെ, അപ്പൊ അവിടെ പ്രഷർ മാറുന്നു. അപ്പൊ പ്രഷറാണ് സമയം അനുസരിച്ച് മാറുന്ന ടൈം. അപ്പൊ പ്രഷറാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റിന് ഉപയോഗിക്കുന്ന ടൈം. ഇനി നമ്മുടെ ലൈറ്റ് സൂര്യപ്രകാശത്തിലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണ് ടൈം അനുസരിച്ച് മാറുന്നത്. അപ്പൊ ഫീൽഡാണ്, ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം, ഒരു ഫിഗറിന്റെ സഹായത്തിൽ റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ ഇതൊരു പീരിയോഡിക് മോഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു വേവിനെ പോലെ. ആ വേവിന്റെ എക്സ് ആക്സിസിൽ നമുക്ക് ടൈം എടുക്കാം, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഇവിടെ ബോബിന്റെ പൊസിഷൻ ആയിട്ട് തന്നെ എടുക്കുക. പൊസിഷൻ, ബോബിന്റെ പൊസിഷൻ, ബോബ് ഇപ്പം ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് ഇവിടെ 0 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ലെഫ്റ്റിലോട്ട് മാക്സിമം പോയി, അവിടുന്ന് റൈറ്റിലോട്ട്, അവിടെ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി താഴോട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇതെല്ലാം ഡിസ്പ്ലേസ്മെന്റുകളാണ്. അപ്പൊ ഇതിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പറയുന്ന ടേമാണ് ആര്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഈസ് നത്തിങ് ബട്ട് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ സമയം ടൈം മാറുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ വേവ്, ഒരു ഫുൾ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ എത്തും അല്ലേ. അപ്പൊ അതിന് അവളെ ഒരു ഫുൾ പീരിയോഡിക് മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നമുക്ക് വേണമെങ്കിൽ പീരീഡ് എന്ന് വിളിക്കാം. പീരീഡ് ടി അല്ലേ. ഒരു വേവിന്റെ ലെങ്ത് നമുക്ക് വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ പീരീഡ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് പീരീഡിന്റെ റെസിപ്രോക്കൽ 1/t അല്ലേ. ഓക്കെ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓസിലേഷൻസ്, അതായത് വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുന്നത് സർക്കുലർ മോഷനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സർക്കുലർ മോഷൻ ഈസ് ഈക്വലന്റ് ടു ഓസിലേഷൻസ് ഈക്വൽ ആണോ ഒന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സർക്കുലർ മോഷൻ ആൻഡ് ഓസിലേഷൻസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിനൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, നോക്കുക, ജസ്റ്റ് നോക്കുക. അപ്പൊ ഇതൊരു വൈബ്രേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ ആണ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഈ ബോബ് മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് മീൻ പൊസിഷൻ എന്ന് പറയാം. അത് നമ്മൾ ഇവിടെ നോക്കുകയാണ്. ഞാൻ ഈ നോക്കുന്ന പൊസിഷൻ ഒന്ന് മാറുകയാണ്, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക.
ഫ്രെയിം ഒന്ന് മാറ്റിയാണ്. അതിനെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വയ്ക്കും. നോക്കുക, സ്ഥലം മാറി നോക്കുക. സർക്കുലർ മോഷൻ ആയില്ലേ? ഓക്കെ. So oscillations can be regarded as a circular motion. അല്ലെങ്കിൽ circular motion is equivalent to oscillatory motion. Okay. Now it is clear. Circular motionും ഓസിലേഷനും എന്താണ്? ഈക്വൽ ആണ്. വേറെ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്ക് നോക്കുക. ഇതെന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയാം. ഒരു സർക്കുലർ മോഷനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ, അതിന്റെ ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഷാഡോ, നിഴൽ നോക്കുക, നിഴലിൽ മൂവ് ചെയ്യുന്നുണ്ടോ? ടു ആൻഡ് ഫ്രം മോഷൻ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. ഓക്കെ. ക്ലിയർ? ഓക്കെ. സർക്കുലർ മോഷൻ, അതായത് നമുക്ക് മീൻ പൊസിഷൻ എടുക്കാം, പോയിന്റ് എ. ഇപ്പൊ സർക്കുലർ മോഷനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് എടുക്കുന്നത്. ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ആംഗുലാർ വെലോസിറ്റി സംടൈംസ് ഇറ്റ് ഈസ് റെഫർഡ് ആസ് ആംഗുലാർ ഫ്രീക്വൻസി നമ്മൾ പറയാറുണ്ട്. അപ്പൊ ദിസ് ഈസ് ദ മീൻ പൊസിഷൻ. നോക്കുക, ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ എത്തി. അപ്പൊ മെയിൻ പൊസിഷനിൽ നിന്ന് സമയം മാറുന്നതനുസരിച്ച് ഇവിടെ എത്തി. ഇപ്പൊ ഇത് പൊസിഷൻ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അത് നമ്മൾ സെന്ററിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എത്തി അല്ലേ? ഇതിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആംഗിൾ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ആംഗിൾ തീറ്റ. തീറ്റ ഈസ് നത്തിങ് ബട്ട് ഒമേഗ ടി. നോക്കുക, എക്സ് ഈസ് ദ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്റ്റൻസ് എക്സ് ഈസ് ദ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. Corresponding angular displacement is theta, omega t. So x can be represented as a sin omega t. That is a maximum displacement. Maximum displacement A. A is the maximum displacement. The radius so A is the maximum displacement. Omega is the angular displacement. For the detail I am parayam. കുറച്ചും കൂടെ മുകളിലോട്ട് വേണമെങ്കിൽ ഒമേഗ ടി എടുക്കാം. ഒമേഗ ടി പ്ലസ് 5 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ രണ്ട് വേവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ പിന്നെ വരാം. ആംഗുലാർ ഫ്രീക്വൻസി. സോ ടു ആൻഡ് ഫ്രം മോഷൻസ്, ഓസിലേറ്ററി അല്ലെങ്കിൽ എന്താണ് വൈബ്രേറ്ററി മോഷൻസ് നമുക്ക് സർക്കുലർ മോഷനായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ഒരു ടേമാണ് ആംഗുലാർ ഫ്രീക്വൻസി അഥവാ ആംഗുലാർ വെലോസിറ്റി. അപ്പം ഒരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുക. നിങ്ങൾ പഠിച്ചതാണ്, മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു സർക്കുലർ മോഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ആർക്ക്, ഇതില്ലേ? ആർക്ക്, ആംഗിൾ, ആംഗുലാർ വെലോസിറ്റി. നമ്മൾ ലീനിയർ മോഷനിൽ എന്തൊക്കെയുണ്ടോ അതിനൊപ്പം ഒരു ആംഗുലാർ ചേർക്കും അല്ലേ? ലീനിയർ മോഷനിൽ വെലോസിറ്റി ആണ്. ആക്സിലറേഷൻ ആണെങ്കിൽ സർക്കുലർ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ എന്നൊക്കെ പറയും. അപ്പൊ ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ സർക്കുലർ മോഷൻ ആണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ആംഗുലാർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ ആണ്, തീറ്റയാണ്. ഈ ആംഗിളും ഈ സർക്കിളിന്റെ റേഡിയസും ആർക്ക് ലെങ്ത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ് അല്ലെ? ആർക്ക് ബൈ റേഡിയസ് ആണ്. അതുപോലെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതുപോലെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി നമ്മൾ റെപ്രസെന്റ് ലെറ്റർ എന്താണ്? ഒമേഗയാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ലെറ്റർ ഏതാണ്? തീറ്റയാണ്. ടൈം ടി ആയിട്ട് എടുക്കുക. സോ ഒമേഗ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി എന്ന് എഴുതാം. അതുകൊണ്ടാണ് നേരത്തെ കാണിച്ച വീഡിയോയിൽ ആംഗിൾ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ മറന്നുപോയി. ഒമേഗ ടി ഇസ് ദി ആംഗിൾ. അപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ കംപ്ലീറ്റ് ചെയ്താൽ, അതായത് പീരിയോഡിക് മോഷൻ, അപ്പോൾ ഇതൊരു പീരിയോഡിക് മോഷൻ സർക്കുലർ മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ, ഈ റെഡ് കളർ ബോബാണ് പാർട്ടിക്കിൾ എടുക്കുക. എവിടെയാണ് മെയിൻ പൊസിഷൻ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ കറങ്ങി 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി,
360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻസ് അല്ലേ? അപ്പോൾ 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇത് ടൈം വേഴ്സസ് തീറ്റ വരച്ചേക്കുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം, അല്ലെങ്കിൽ ടൈം ഓർ ആംഗിൾ അത് 2π ആംഗിൾ, അല്ലെങ്കിൽ ടി ആണ് പീരീഡ്. പർട്ടിക്കുലർ ഈ പൊസിഷനിൽ ഈ ബോബിന്റെ പൊസിഷൻ, ഈ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. മാക്സിമം എത്തുമ്പോൾ ഇവിടെ എത്തും, മാക്സിമം ഇത്. ഓക്കെ, അങ്ങനെ ഒരു വേവിന് രൂപത്തിൽ നമുക്ക് ഓസിലേറ്ററി മോഷൻ റെപ്രസെന്റ് ചെയ്യാം. സർക്കുലർ മോഷൻ രൂപത്തിൽ നമുക്ക് ഓസിലേറ്ററി മോഷൻ റെപ്രസെന്റ് ചെയ്യാം. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പീരീഡ് എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പീരീഡ്, അതായത് ഒരു ഫുൾ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു ഫുൾ ഓസിലേഷൻ, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി, ഒരു ഫുൾ ഓസിലേഷൻ ആയി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എത്തി, കറങ്ങി നേരെ ഇവിടെ എത്തി, അതിനെടുക്കുന്ന സമയം ക്യാപിറ്റൽ ടി എന്ന് എടുക്കുക. ഇറ്റ്സ് എ പീരീഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? തീറ്റ എന്ത് വരും? തീറ്റ എന്താവും? 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി 360 വരും, അല്ലെങ്കിൽ 2π വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പം ടൈം ക്യാപിറ്റൽ ടി ആകുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? 360 വരും, ദാറ്റ് ഈസ് 2π വരും അല്ലേ? 2π by t. ദാറ്റ് ഈസ് ഒമേഗ ഈസ് നത്തിങ് ബട്ട് 2π by t, ക്യാപിറ്റൽ ടി. അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് ആംഗുലാർ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് വൈ ആംഗുലാർ വെലോസിറ്റി ഈസ് കാൾഡ് ആംഗുലാർ ഫ്രീക്വൻസി. Angular frequency is nothing but 2π by t. Okay, 2π by capital T. Small t alla, capital T. Angular frequency. Okay, that is angular velocity omega is equal to theta by t. Angular frequency omega equal to 2π by capital T. 1 by t നമ്മളെ frequency new ആയിട്ട് എടുക്കാറുണ്ട്. New is equal to 1 by t ആണ്. അപ്പോൾ 1 by t ക്ക് ഒരു new represent ചെയ്യും. That is 2π new. Angular frequency equal to 2π nu, unit radians per second. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഞാൻ സിലബസ് ഒന്ന് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പീരിയോഡിക് മോഷൻസ് എന്താണെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതാണ്. ആൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ എല്ലാം നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഈ പവർ പോയിന്റ് ഉപയോഗിച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതായത് നമ്മൾ ബേസിക്സ് ഒക്കെ ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡീറ്റെയിൽ പഠിക്കണം. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, വാട്ട് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിയും പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാൻ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.